ചേട്ടാ ഓ ഉറങ്ങണ്ടേ നമുക്ക്? ആഗ്രഹം ഉണ്ടോ മോനെ? മനസ്സ് സമ്മതിക്കണില്ല, നീ പോയി കിടന്ന് ഉറങ്ങാട്ടോ എവിടെയും. താങ്ക്സ്. അല്ല, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ വിളിക്കണേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവ എന്താ ഇങ്ങനെ പെരുമാറണേ? ടൂർ വന്നു പോലെ ഇവനൊരു പേടിയില്ലേടേ? പേടിക്കാനുള്ള ബുദ്ധിയെങ്കിലും അവനുണ്ടെങ്കിൽ 10 വയസ്സ് പോലും ആക്കിയാണ് നമ്മളോട് ഇന്റേൺഷിപ്പിന് വരുമോ? അത് ശരി തന്നെ. അൽത്താഫേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. വഴിയാ? നീയല്ലേ പറഞ്ഞ നീ കത്തനാരുടെ കുഞ്ഞമ്മയുടെ മോനാന്നൊക്കെ? അത് അന്നത്തെ ഒരു ആവേശക്കാരി പറഞ്ഞല്ലേടാ, നീ വിശ്വസിച്ചായിരുന്നു. എന്റെ പൊന്നു പെങ്ങളെ, ഇത്ര ക്ലോസ് എൻകൗണ്ടർ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ എൻകൗണ്ടറോടെ എല്ലാരും ക്ലോസ് ആവുമെന്ന് എനിക്ക് തോന്നണേ. എന്തൊക്കെ തള്ളായിരുന്നു. നീ ഇങ്ങനെ മനസ്സ് മടുത്തോലെ പറയാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. ചേട്ടാ നമുക്ക് മുങ്ങിയാലോ? ബെസ്റ്റ്. ഈ അഡ്വാൻസ് വാങ്ങി കാശ് ആര് കൊടുക്കും? ആ പൈസ എടുത്താണ് ഈ തൊപ്പിയും കിടുതാപ്പൊക്കെ വാങ്ങിയത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കമ്പനി പൂട്ടി കഴിഞ്ഞാൽ 4 പേർ കൂടെ കൂടും കൊടുക്കരുത്, സ്ഥലം വിടാം. നിന്നെ റിട്ടേൺ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഹണ്ടേഴ്സേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്താലോ? അതൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്നാ ഇവിടെ ഫുഡ് വെച്ചോണ്ടിരുന്ന ചേച്ചി കഴിഞ്ഞ ആഴ്ച പേടിച്ച് അങ്ങ് ഓടിപ്പോയി. ചുമ്മാ ഇരിയടേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ബാക്കി പരിപാടിയാ? എങ്ങനെയെങ്കിലും ആ കള്ളക്കിളവിയുടെ അമ്മച്ചിയുടെ മൂവ്മെന്റ്സ് മുഴുവൻ വാച്ച് ചെയ്യണം. എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഹൊറണ്ടസ്. ഡെയിലി പത്രം വായിക്കാറുണ്ടോ? എനിക്കതിനുള്ള ടൈം കിട്ടാറില്ല. നീ എന്റെ ചെറുക്ക അമ്മൂമ്മ. ഞാൻ ഉച്ചക്കെല്ലാം എണീക്കണം, ഞാൻ എങ്ങനെ അറിയാനോ? ജോഡി, നമുക്കൊരു കാര്യം ചെയ്യണം. ഈ വീട്ടിൽ എവിടെയൊക്കെയാണ് സ്പിരിറ്റിന്റെ പ്രസൻസ് ഉള്ളതെന്ന് നോക്കണം. അതെങ്ങനെ അറിയാം? Come on, ജോഡി. സന്തോഷം. Ghost detector. നീ ഇവിടെ നിൽക്കേ, പിള്ളേരെ കണ്ടാ പേടിക്കും. അതെ, അപ്പൂപ്പ നിങ്ങളുടെ സാറ്റ് കളിക്കാൻ വന്നിരിക്കല്ല, കസേരയുടെ അടിക്കറി ഇരിക്കാൻ. പറയാൻ പറ്റൂലേ, പഴയ തടിയാണ്. എവിടെയെങ്കിലും വല്ല ആണി ഉണ്ടായിരിക്കും, വലിച്ചൂരി കഴിഞ്ഞാൽ കാണാം കളവ് അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. ഒന്ന് പെട്ടെന്ന് ചെയ്യോ, എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല, കൈ വേന എടുക്കുന്നു. എന്റെ നടു പിന്നെ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയാണല്ലോ, നീ ഒന്നും ചെയ്യില്ല. എന്നിട്ട് കാര്യം ചെയ്യും, ചേട്ടൻ ക്യാമറ. ഡിജിറ്റൽ മാർക്കറ്റർ, അതിന്റെ പണി ചെയ്താൽ മതി ചേട്ടാ. നിന്റെ സാലറി കട്ട്. ഓ, എനിക്ക് സാലറി ഒക്കെ ഉണ്ടല്ലേ? കിട്ടിയില്ലോ. ദാഹിക്കുന്നുണ്ടോ? പോളി സ്പോട്ട്. ഹൊറണ്ടസ്. വാ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ അവശേഷിപ്പിക്കണേന്ന്. ഇത് എവിടെയോ കേട്ടിട്ടില്ലേ? ഇത് മറ്റേ സത്യമേവ ചെയ്തുള്ള ഡയലോഗ് അല്ലേ? തന്നെ, പക്ഷെ അത് ഇതിന്ന് കേൾക്കണം ചേട്ടാ. ഇത് കണക്റ്റഡ് അല്ലല്ലോ. എനിക്കൊരിരയായി കൈമഴ കൊണ്ട് കെട്ടി നുറുക്കുമ്പോ കാളക്കൂറ്റനുയർത്തുന്ന ആ കേൾക്കാൻ സുഖമുള്ള കരച്ചിലുണ്ടല്ലോ, അത് നിന്റെ ഈ ചങ്കിൽ നിന്ന് ഉയരുന്നത് എനിക്ക് കേൾക്കാം. തുടങ്ങിയ എന്തുറ്റി?
നിങ്ങൾ ഇതിനൊക്കെ ഇത്ര പേടിക്കോ? അമ്മയുടെ മുറിയുടെ ഫുള്ള് ഇന്ന് രാത്രി കുറച്ച് പരിപാടി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഈ വഴിയിലാണ് പറഞ്ഞത്. അതിന് നമ്മൾ വിചാരിച്ച പ്രേതത്തിനെ പിടിക്കാൻ പറ്റൂല, ഒരു കോപ്പിനെ പിടിക്കാൻ പറ്റൂല. ഉള്ള സമയം കൊണ്ട് കുറച്ച് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കി പൈസ കൂട്ടാവാം. മനസ്സിലായില്ല. കിളവൻ വരുമ്പം കാലിതിരെ തട്ടിയിട്ട് കാലടയാളം പതിയും. ആ സമയത്ത് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നീ ഒരു ഇൻട്രോ അങ്ങോട്ട് പറയണം. നമ്മൾ വൈറൽ പിന്നെ കുറച്ച് സൂപ്പർ ഇൻട്രോ. അത് വയറില്ല. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടിനും കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ രണ്ടിനെയും ഞാൻ ഇവിടുന്ന് പിരിച്ചു വിടും. ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും. ഞാൻ നോക്കിക്കൊള്ളായിരുന്നു. ഉള്ള ക്യാമറയും തൊപ്പിയും ഇതൊക്കെ ഞാനല്ലേ വാങ്ങിച്ചു തന്നെ. അതിന്റെ തന്നെയും കാണിക്കും. കാല് നെറ്റില്ല. ചേട്ടാ, രാത്രിത്തെ പൊറോട്ടകളും മൈദപ്പൊടിയും എടുത്തിനാ. ആ പ്രണവ് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, മൈദപ്പൊടിയില്ലേ ഇത്? ഓ, കൈതട്ടി വീണതായിരിക്കും അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഞാൻ ചൂലെടുത്തിട്ട് വരാം. ഒറ്റ കഴിച്ചായിരിക്കും. ഇതെന്ത് പറ്റി? ഇതാരാ? ഡമ്യപ്പൂപ്പൻ. ഡമ്യപ്പൂപ്പ കഴിച്ചാ? ഫുഡ് ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ വൃത്തിയാക്കി തരാട്ടാ. എന്നാലൊന്ന് വിളിക്കായിരുന്നു. വലിയ ആളായിപ്പോയല്ലേ. എല്ലാരും ഒന്ന് പോയി തന്നെ ഞങ്ങൾക്കൊന്ന് ഉറങ്ങായിരുന്നു. ഞാൻ പറഞ്ഞൊന്ന് കേക്കടാ. ഈ ഒരു തേങ്ങയും പറയണ്ട. ജൂഡി, നീ എങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. ചേട്ടാ, അഭിലാഷിനോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരുന്നു പറഞ്ഞോണ്ട് മാത്രം ഇത്രയും ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞോട് ജീവൻ പോകുന്ന പരിപാടിക്കൊന്നും ഞാൻ എന്നെ വിട്ടേര്. അതായത് അഭിലാഷ്. അത് വേറെ വിട്ടേ. നീ അല്ലാണ്ട് ഈ പൊട്ടന്റെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിക്കോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മൾ ഇത്രയും പ്രോഗ്രസ് നമ്മൾ ഉണ്ടാക്കില്ലേ. ഇപ്പോഴാണെങ്കിൽ ആ ബ്രിജിലേഷൻ അപ്പനെ കാണാനും പറ്റുന്നുണ്ട്. അവങ്ങൾക്ക് എന്താണ് വേണ്ടത് നമുക്ക് അവനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കാം. നീ എന്താണ് ഒരുമാതിരി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമാതിരി? എടാ, കിളവൻ സെലിബ്രിറ്റി അല്ല, പ്രേതമാണ്. നമ്മൾ ഏറ്റ കേസാണ്ടായത്. എന്ത് പറഞ്ഞാലും ആ പന്നപ്പുറത്തെ കിളവന്റെ കൈ കൊണ്ട് ചാവാൻ ഞാനില്ല, ഞാൻ പോവാണ്.